ഫെബ്രുവരി മാസം പകുതിയായിട്ടും തണുപ്പ് വിട്ടുമാറാതെ ഇടുക്കിയിലെ മൂന്നാർ. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ്. ഇത് സഞ്ചാരികൾക്ക് ഏറെ സന്തോഷം പകരുന്നു. ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും മൂന്നാറിലെ തണുപ്പ് കുറഞ്ഞിട്ടില്ല. മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ഇപ്പോഴും ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ്. ഡിസംബർ അവസാന വാരം മുതൽ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ താപനില 0-ന് താഴെയും എത്തി. മൂന്നാറിലെ ചിലയിടങ്ങളിൽ രാവിലെ മഞ്ഞുവീഴ്ചയുമുണ്ടായി. സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ച് ഫെബ്രുവരിയിലും പുലർക്കാലങ്ങളിൽ മൂന്നാർ തണുത്തു വിറയ്ക്കുകയാണ്. മൂന്നാറിനെ സംബന്ധിച്ച് നമുക്ക് തണുപ്പ് ഡിസംബറിൽ അല്ലെങ്കിൽ നവംബർ പകുതിയോടെ തുടങ്ങും. നമുക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനുവരി പകുതിയോടെയെങ്കിലും തണുപ്പ് തീരണം. അതിനിടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം മൈനസിലേക്ക് എത്തും. അതാണ് സാധാരണ പതിവ്. പക്ഷെ ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി ആയിട്ട് പോലും തണുപ്പ് കുറയുന്നില്ല. ശൈത്യം വിട്ടുമാറാത്തത് സഞ്ചാരികൾക്ക് ഏറെ സന്തോഷം പകരുന്നു. Our beautiful climate in Munnar, very cool in the morning, then soon warms up. So I love Munnar. Second time I've been. A very beautiful place. It's a place you can't miss, really. It really is one of the top places in India. പകൽ സമയങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെങ്കിലും വൈകുന്നേരമാകുന്നതോടെ മൂന്നാറിന് മുകളിൽ കുളിര് പുതയും. ഡിസംബർ ജനുവരി മാസങ്ങളെ അപേക്ഷിച്ച് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പരീക്ഷക്കാലമാകുന്നതോടെ മാർച്ച് മാസത്തിൽ പൊതുവെ മൂന്നാറിൽ സ്വദേശീയരായ സഞ്ചാരികളുടെ തിരക്ക് കുറവാണ്. മധ്യവേനൽ അവധിക്കാലമാകുന്നതോടെ മൂന്നാർ വീണ്ടും സഞ്ചാരികളാൽ നിറയും. നിലവിൽ മൂന്നാറിൽ നിന്നും അതിശൈത്യം പൂർണ്ണമായി വിട്ടുമാറാത്തത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മൂന്നാറിൽ ആദ്യമായാണ് ഫെബ്രുവരി 2ാം വാരത്തിൽ താപനില -1 രേഖപ്പെടുത്തിയത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.